തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു പെടക്കല് വരും, തിന്മകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുതരം വൈവറിങ് വരുന്നുണ്ട്. എന്നാൽ നന്മ ചെയ്യുമ്പോൾ സന്തോഷമല്ലാതെ മറ്റൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. മോഷ്ടിക്കുന്നവൻ മോഷ്ടിക്കുമ്പോൾ കൈ വിറക്കുന്നു എന്ന് പറയും. വ്യഭിചാരി വ്യഭിചരിക്കുമ്പോൾ മനസ്സ് പെടക്കുന്നു എന്ന് പറയും. മദ്യപിക്കുന്നവൻ മദ്യപിക്കുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെപ്രാളമുണ്ട്. മറ്റൊന്നുമല്ല, അവന്റെ റൂഹും ശരീരവുമാണ് മനുഷ്യൻ. ആ റൂഹ് അല്ലാഹുമായി ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നതാണ്, നന്മയാണ് അതിനിഷ്ടം. ആ റൂഹിനെ വേദനിപ്പിക്കുന്നതാണ് പാപങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകർ തങ്ങളുടെ കാലം മുതൽ അതിനു മുമ്പ് തന്നെ എന്താണ് ആത്മാവ്? മനുഷ്യ ശരീരം മരിച്ചു കിടക്കുമ്പോൾ ആ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും അവിടെയുണ്ട്. കണ്ണുണ്ട്, കാതുണ്ട്, മനസ്സുണ്ട്, ബ്രെയിൻ സെല്ലുകളുണ്ട്, ഹൃദയമുണ്ട്, എല്ലാമുണ്ട്. എന്താ നഷ്ടപ്പെട്ടത്? ആത്മാവ് നഷ്ടപ്പെട്ടു എന്നത് കഴിച്ചാൽ ആ ശരീരത്തിൽ എല്ലാം ഉണ്ടല്ലോ. എന്താണ് ആത്മാവ്? നബിയേ, അവരങ്ങയോട് ചോദിക്കുന്നു, എന്താണ് ആത്മാവ് എന്ന് പറയുന്ന സാധനം? ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, അർറൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, നിങ്ങൾക്ക് ജ്ഞാനം വളരെ കുറച്ചു മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഇസ്ലാം ഗൗരവത്തിൽ കാണുന്നത്. ജീവജാലങ്ങളുടെ രൂപമുണ്ടാക്കുന്നത് ഇസ്ലാമിൽ കണിശമായും നിഷിദ്ധമാണ്. രൂപങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ ടോയ്സിന് മാത്രമാണ് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞിട്ടുള്ളത്, ഒരു എക്സെപ്ഷൻ. അല്ലാതെ മനുഷ്യരൂപങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കി വെക്കുന്നത്, മനുഷ്യന്റെയോ ജീവജാലങ്ങളുടെയോ രൂപങ്ങളെ ഷേപ്പ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ജീവജാലങ്ങളുടെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവജാലങ്ങൾക്ക് നാളെ റൂഹ് കൊടുക്കാൻ അള്ളാഹു അവരോട് ആവശ്യപ്പെടുമെന്നും നരകത്തിൽ അവരുണ്ടാക്കിയ ജീവനുള്ള വസ്തുക്കളുടേതുപോലെയുള്ള ജീവജാലങ്ങള്, പക്ഷികള്, ജന്തുക്കള്, മനുഷ്യരൂപങ്ങള്, അവകൾക്ക് ജീവൻ കൊടുക്കണമെന്ന് അള്ളാഹു ആവശ്യപ്പെടുകയും അവരെ നരകത്തിൽ വെച്ച് ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ഇത് അള്ളാഹുവിന്റെ സവിശേഷമായ നമ്മുടെ ഭൗതികമായ ഫിസിക്കൽ ഡൈമെൻഷൻസിന്റെ അതീതമായ ഒരു ലോകം. ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ അഭേദ്യമായി. ജന്മത്തിന് മുമ്പ് തന്നെ ആലമുൽ അർവാഹ്, നമ്മളൊക്കെ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് വരുന്നവരാണ്. ഞാനും നിങ്ങളും ഇങ്ങനെയൊരു വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങളടക്കം നമ്മൾ പരിചയപ്പെടുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് പരിചയപ്പെട്ടതിന്റെ ഭാഗമാണ്. നബി തങ്ങളോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, ഭൂമിയിൽ ചില ആളുകളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു, ചില ആളുകളോട് വെറുപ്പ് തോന്നുന്നു. ആ ഇഷ്ടം തോന്നുന്നവർ നമ്മളോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടൊന്നുമല്ല, നമുക്ക് ഒരാളോടൊരു ഇഷ്ടം, ഒരു താല്പര്യം, മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്നേഹം, ഒരു ബഹുമാനം തോന്നുന്നു. ചില ആളുകൾ നമ്മളോട് ഒരു ദുൽമും ചെയ്തിട്ടല്ല, നമുക്ക് വെറുതെ ഒരു ഇഷ്ടക്കുറവ്, ഒരു സ്നേഹക്കുറവ്, ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ വരുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് സ്വഹാബിമാർ, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിന്റെ ഹളറത്തിലിരിക്കെ ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തത്, അൽ-അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ വമാ തനാകറ മിൻഹ ഇഖ്തലഫ. അലിയാരെ, നിങ്ങൾക്കറിയുമോ, ആത്മാക്കളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഒരു നേരമുണ്ട്. ആലമുൽ അർവാഹിൽ മിഥില ദറാരി, അണുകണങ്ങളെപ്പോലെ വളരെ ചെറിയ സാധനങ്ങളായിട്ട് നമ്മളൊക്കെ ഭൂമി ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരും അവരുടെ ആത്മാക്കളായി ആത്മാക്കളുടെ ലോകത്ത് ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂടിയ ഒരു നേരം കഴിഞ്ഞു പോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ആ ഭാഗത്തേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഖാല അലസ്തു ബിറബ്ബിക്കും, അല്ലാഹു നമ്മളോടൊക്കെ ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, ഞാനല്ലയോ പടച്ചവൻ?
ഞാനല്ലയോ ഈ പ്രപഞ്ചത്തിന്റെ ദൈവം തമ്പുരാൻ? ഖാലൂ, എല്ലാവരും പറഞ്ഞു ബലാ, അതേ പടച്ചവനെ നീ തന്നെയാണ്. ആ പറഞ്ഞത് ഓർമ്മിപ്പിക്കാനാണ് ഭൂമിയിലേക്ക് ഖുർആനും ഇഞ്ചീലും തൗറാത്തും സബൂറും പ്രവാചകന്മാരും വന്നത്. ആ കേട്ടതും പറഞ്ഞതും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതുകൊണ്ടാണ് തദ്കിറ ഇല്ലാ തദ്കിറതൻ എന്ന് ഖുർആൻ പറയാൻ കാരണം. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ് ഇതൊക്കെ. അല്ലാഹുവേ നീയാണ് സൃഷ്ടാവ്, പിന്നെ എങ്ങനെ ഒന്നിലേറെ ദൈവങ്ങൾ, പിന്നെ എങ്ങനെ ദൈവനിഷേധം നടക്കുന്നു? ഏകനാണ് സൃഷ്ടാവെന്ന് നിങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആ ലോകത്ത് അവിടെ വെച്ച് ആരൊക്കെ തിക്കും തിരക്കും കൂടിയോ പരസ്പരം ശത്രുത കാട്ടിയോ അവര് ഭൂമിയിൽ വന്നാൽ ശത്രുക്കളായിരിക്കുമെന്നും, അവിടെ ആരെല്ലാം സ്നേഹത്തോടെ പെരുമാറിയോ സഹകരിച്ചുവോ അവര് ഭൂമിയിൽ വന്നാൽ സുഹൃത്തുക്കളായി മാറുമെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിന്റെ കാരണം. ഫമാ തആറഫ മിൻഹ തലഫ. അവിടെ കണ്ടു പരിചയപ്പെട്ടവർ ഭൂമിയിൽ വരുമ്പോ നല്ല ഇണക്കത്തിലാവും, സ്നേഹത്തിലാവും. വമാ തനാഖറ മിൻഹ ഇഖ്തലഫ. ആലമുൽ അർവാഹിൽ വെച്ച് തിക്കും തിരക്കും കൂടിയവരൊക്കെ ദുനിയാവിൽ വന്നാൽ അവരിൽ ശത്രുതയുടെ സ്വഭാവങ്ങൾ കാണാൻ കഴിയും. അത് ആലമുൽ അർവാഹിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ബന്ധം ഉണ്ടായതിന്റെ പേരിലാണ് ചെങ്ങരയിൽ ഈ റമദാനിന്റെ രാവിൽ നമുക്കിവിടെ പരിചയപ്പെടാൻ നമുക്കൊരവസരം അല്ലാഹു തന്നത്. അവിടെ നമ്മൾ കണ്ടുപോകുന്നതിന്റെ ഒരു അടയാളമാണ്. ദുനിയാവിലെ എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ്. ആത്മാക്കളുടെ ലോകം നമ്മൾ അന്ന് അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ അള്ളാഹുവിന്റെ ഹദറത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകാം ആലമുൽ അർവാഹിൽ. അത് കഴിഞ്ഞാണ് ആദം നബി അലൈഹിസ്സലാമിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ ആലമുൽ അർഹാമിലേക്ക് വരുന്നു, ഭ്രൂണമായി ഗർഭത്തിലേക്ക് വരുന്നു, പിന്നെ ആലമു ദുന്യയിലേക്ക് പ്രസവിച്ച് മരണം വരെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ഈ ആലമു ദുന്യ കഴിഞ്ഞാൽ ആലമുൽ ബർസഖ്, നമ്മൾ ഖബറിലേക്കുള്ള ജീവിതത്തിലേക്ക് മാറുന്നു. അതും കഴിഞ്ഞ് ലോകാവസാനം നടക്കുന്നതോടുകൂടെ പുനർജന്മം അല്ലാഹു നൽകുന്ന സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം, അവിടെയാണ് ആലമുൽ ആഖിറ. ഇങ്ങനെ 5 ലോകങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ. ഇതിൽ ഭൂമിയിലുള്ള ജീവിതം മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ ശരീരവും ഭക്ഷണവും വെള്ളവും വസ്ത്രവും വാഹനവും വീടും ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ആത്മാവിന് അതല്ല വേണ്ടത്. ആത്മാവിന് വേണ്ടത് റൂഹിന്റെ ഭക്ഷണമാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, ദിക്റാണ്, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അത് കൊടുക്കാത്തവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. വലിയ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, വാഹനമുണ്ട്, ജോലിയുണ്ട്, കച്ചവടമുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഖുർആൻ ഓതാൻ മടിയുള്ള ആളാണ്, ദിക്ർ ചൊല്ലാറില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല, പഠിക്കാറില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു. അത്തരക്കാർക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങളത് ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്നില്ല. അത് വളരെ ടെമ്പററിയാണ്. ഒരിക്കലും ശരിയായ സന്തോഷം അനുഭവിക്കാൻ റൂഹിന്, ആത്മാവിന്റെ ഭക്ഷണം കൊടുക്കാത്തവർക്ക് കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും കാര്യമില്ല, നാടായ നാട് മുഴുവൻ ടൂർ പോയിട്ടും കാര്യമില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമവും ഒരു വേദനയും കാണും. ഇഷ്ടമുള്ള ഭക്ഷണം എത്ര കഴിച്ചിട്ടും കാര്യമില്ല. റൂഹിന്റെ ഭക്ഷണം നമ്മുടെ നിസ്കാരമാണ്, നമ്മുടെ ഇബാദത്താണ്, ദിക്റുകളാണ്, ഖുർആനാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള, ഹബീബിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഇതില്ലെങ്കിൽ ആത്മാവിന് സന്തോഷിക്കാൻ കഴിയില്ല. ആത്മാവ് സന്തോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുകയുമില്ല. അതാണ് ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ വിഷയമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ലഅനല്ലാഹുൽ മുസവ്വിരീൻ, മനുഷ്യന്റെയോ ജീവജാലങ്ങളുടെയോ അതുപോലെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് അറിയിക്കണമേ. നോക്കണം, കുട്ടികളുടെ ടോയ് ഉണ്ടാക്കാം, അതിന് കുഴപ്പമില്ല. അല്ലാത്ത ജീവജാലങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷിയുടെ രൂപം ഉണ്ടാക്കുക, പ്ലാസ്റ്റിക് കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ മണ്ണ് കൊണ്ടോ ഏതെങ്കിലും മെറ്റൽ കൊണ്ടോ രൂപപ്പെടുത്തുന്നത്, മനുഷ്യരുടെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്, കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്നത്, പ്രതിമകൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ കുറ്റകരമാണ്. നാട്ടിൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം.